നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എടോ വിജയ എന്ന് വിളിച്ച് കോൺഗ്രസിൽ നിന്ന് മറ്റൊരു പുലിക്കുട്ടി കൂടി ഇറങ്ങിയെന്ന് കോൺഗ്രസ് യുവനിരയുടെ പ്രവർത്തകരുടെ ആവേശം. രാഹുൽ മാങ്കൂട്ടം ഒന്നടങ്ങിയപ്പോൾ ദേ ജിൻഡോ ജോൺ. ഇവന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയെന്ന് CPM സൈബർ വെട്ടുകിളിക്കൂട്ടത്തിന്റെ രോദനം. പിണറായിക്ക് വേണ്ടി മെഴുകൽ അടങ്കലേറ്റെടുത്തിരിക്കുന്ന CPM സൈബർ കൂട്ടത്തിന് കാലനായി മാറിയിരിക്കുകയാണ് ജിൻഡോ ജോണും. നിയമസഭയിൽ വെട്ടേറ്റ് വീണ പിണറായിയെ പൊളിച്ചടുക്കിക്കൊണ്ട് ജിൻഡോ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇത് കയറി അങ്ങ് വൈറലായി. ഇതോടെ പിണറായി ഫാൻസിന് വല്ലാതെ മുറിവേറ്റിരിക്കുകയാണ്. പിണറായിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം തോക്കിൽ ഉണ്ട നിറയ്ക്കുന്നു, BGM ഇട്ടു വരുന്നു, കാഞ്ചി വലിക്കുന്നു, സ്വന്തം കാലിൽ നിരന്തരം വെടിവെക്കുന്നു. ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയിലെ ഊരിപ്പിടിച്ച കത്തിയും തോക്കും പീരങ്കിയുമെല്ലാം ചുമ്മാ തള്ളുകൾ. ഇതും കുറിച്ചുകൊണ്ട് ജിൻഡോ കുറിപ്പിട്ട് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇതാണ് കമ്മിക്കൂട്ടത്തിന് കലി ഇളകാൻ കാരണമായതും ഇപ്പോൾ അവരെല്ലാവരും കൂടി ജിൻഡോയെ കൊത്തിപ്പറിക്കാൻ ഇറങ്ങിയതും. എന്നിട്ടും കൂസാതെ വീണ്ടും പിണറായിക്കിട്ട് താങ്ങുകയായിരുന്നു ജിൻഡോ. പ്രതിപക്ഷ നിരയിൽ നിന്ന് പിണറായിക്കിട്ടുള്ള വെടിക്കെട്ട് അവസാനിക്കുന്നില്ല. നിയമസഭയിൽ വായിലെ പിരിവെട്ടി നിൽക്കുന്ന പിണറായി എന്നും പറഞ്ഞ് കോൺഗ്രസ് UDF സൈബർ ഗ്രൂപ്പുകൾ ആഘോഷമാണ്. ആ ആഘോഷത്തിൽ കതിനയ്ക്ക് തിരികൊളുത്തിയത് ജിൻഡോയും. പുറത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും അകത്തുള്ള ജിൻഡോയും കൂടി കമ്മിക്കൂട്ടത്തിന് റീത്ത് വയ്ക്കുന്നു. രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിൽ ഇല്ലാത്തതിൻ്റെ പരിഭവവും വല്ലാത്ത വിഷമവും ഇപ്പോഴും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ട്. എന്നാൽ ആ ഗ്യാപ്പ് നികത്തി ജിൻഡോ ശക്തമായി കളത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം സഭയിൽ പിണറായി വിജയനെ അടിച്ചിരുത്തി മുഖ്യമന്ത്രി VD സതീശൻ കത്തിക്കയറിയിരുന്നു. ഇതോടെ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ ഒന്നിളകി മറിഞ്ഞു. സതീശന് കൈയടിച്ചും പിണറായിക്ക് ചെക്ക് വെച്ചും ജിൻഡോ കുറിപ്പിട്ടത് സംഗതി കയറി കൊളുത്തി. കോൺഗ്രസ് UDF സൈബർ ഗ്രൂപ്പുകളിൽ ഇതിപ്പോൾ വൈറലാണ്. CPM സൈബർ ഗ്രൂപ്പുകൾ ഇതോടെ വല്ലാതെ വേവലാതിപ്പെട്ട് വിറളി പിടിച്ച് ഓടുകയാണ്. ജിൻഡോയുടെ തീപ്പൊരി കുറിപ്പ് നോക്കാം. ചുട്ട കോഴിയെ പറപ്പിക്കുന്നവരെ കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നനഞ്ഞ കോഴിയെ പറപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഇന്ന് VDയുടെ വിസ്മയം. പ്രതിപക്ഷത്തിന്റെ എല്ലാ ബോളുകളും സിക്സർ അടിക്കുന്ന യുവരാജ് സിംഗ്, പ്രതിപക്ഷ ഗോൾ വലയിൽ ഇടമുറിയാതെ പന്തടിച്ചു കയറ്റുന്ന മെസ്സിയും റൊണാൾഡോയും നെയ്മറുമെല്ലാം ഒറ്റൊരാളിൽ പരകായ പ്രവേശം ചെയ്ത പകൽ. പിണറായിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം തോക്കിൽ ഉണ്ട നിറയ്ക്കുന്നു, BGM ഇട്ടു വരുന്നു, കാഞ്ചി വലിക്കുന്നു, സ്വന്തം കാലിൽ നിരന്തരം വെടിവെക്കുന്നു. ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയിലെ ഊരിപ്പിടിച്ച കത്തിയും തോക്കും പീരങ്കിയുമെല്ലാം ചുമ്മാ തള്ളുകളായിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ച മറ്റൊരു ഏകപക്ഷീയമായ പകൽ. നിയമസഭാ ചർച്ചകളിൽ ഇനി അങ്ങോട്ട് 5 വർഷവും തോൽവി തന്നെയാകും കാരണഭൂതൻ ടീമിന്റെ ഗതിയെന്ന് പ്രവചിക്കുന്ന രീതിയിൽ UDFിലെ ഓരോ അംഗങ്ങളും വാക്ശരങ്ങളായി ഇടിച്ചുകുത്തി പെയ്ത സഭാദിനങ്ങൾ. ഭരണത്തിനും ജനങ്ങൾക്കുമിടയിൽ നേർത്തൊരു മറയായി പോലും പ്രതിപക്ഷമില്ലാത്ത ടീം UDF. ഇങ്ങനെയായിരുന്നു ജിൻഡോ കുറിച്ചത്. ഈ കുറിപ്പിന് താഴെ CPMന്റെ സൈബർ പോരാളികൾ വന്ന് ജിൻഡോയെ കൊത്തിപ്പറിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജിൻഡോ അതൊന്നും കൂസുന്നത് പോലും ഉണ്ടായിരുന്നില്ല. CPMകാരുടെ കുറിക്ക് കൊള്ളണമെങ്കിൽ ക്യാപ്റ്റനെ സ്കെച്ചിടണമെന്ന് ജിൻഡോയ്ക്കും അറിയാം. കൃത്യം മർമ്മം നോക്കിയാണ് അടികൊടുത്തത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത യുദ്ധമാണ് നടന്നത്. UDF മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ട ക്വാളിറ്റിയുള്ള യുവ നേതാവാണ് ജിൻഡോ ജോൺ. CPMനെ എതിർക്കാൻ കട്ടയ്ക്ക് മുന്നിൽ തന്നെ ജിൻഡോ ഉണ്ടാകാറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായതും ഷാഫി കേന്ദ്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും വലിയൊരു വിടവ് യുവനിരയിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയുള്ളത് ചാണ്ടിയുമ്മൻ. അത് പിന്നെ വേറൊരു വൈബാണ്. എന്തായാലും ജിൻഡോ കത്തിക്കയറി വരികയാണ്. യുവപ്രവർത്തകരുടെ വലിയ ഒഴുക്ക് ജിൻഡോയുടെ ഭാഗത്തേക്കുണ്ട്. പിണറായി വിജയന്റെ 10 വർഷക്കാലത്തെ ഏകാധിപത്യ ഭരണത്തെ പൊളിച്ചു കാട്ടി ഒരുപാട് കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ജനപ്രീതിയുള്ള നേതാവുമാണ് ജിൻഡോ. എന്നാൽ CPMലെ എത്ര യുവ നേതാക്കൾക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുണ്ട്? അന്തം കമ്മികൾ, അടിമകൾ എന്നൊക്കെ CPMലെ യുവ നേതാക്കളെ ജനം പലപ്പോഴും പരിഹസിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഇനിയെങ്കിലും ചർച്ച ചെയ്യാൻ CPMലെ മുതിർന്ന നേതാക്കൾ തയ്യാറാകണം. എല്ലാത്തിനും അഹങ്കാരവും ധാർഷ്ട്യവുമാണ് കയ്യിലിരിപ്പ്. യുവ നേതാക്കൾ പിണറായി കളിക്കാൻ നിന്ന് പണി മേടിച്ചു കൂട്ടിയവരാണ്. എത്ര ഉദാഹരണങ്ങൾ! ചിന്താ ജെറോം, ആര്യ രാജേന്ദ്രൻ, PP ദിവ്യ, ജെയ്ക്സി തോമസ് തുടങ്ങി ഒരു പറ്റമുണ്ട്. ഇങ്ങനെ എണ്ണമെടുക്കാൻ ആർഷോ തുടങ്ങിയ ഒരു പറ്റമുണ്ട്.
ഈ നേതാക്കളോടൊക്കെ ഒരു അകലം പാലിക്കുന്ന ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടാണ്? പക്ഷെ ഒന്ന് ഓർത്തു നോക്കണം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് DYFI SFIക്കാരാണ്. അതും നമ്മൾ പറയണമല്ലോ, എല്ലാം പറയണം. കാരണം താഴെത്തട്ടിൽ അവരുടെ പ്രവർത്തനം സ്ട്രോങ് ആണ്. പൊതിച്ചോറ് കൊടുത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഓടിയെത്തിയും പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുകയും ജനങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരുപാട് DYFI SFI പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനത്തെ വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കുന്നത് ഈ പറയുന്ന അങ്ങ് പൊങ്ങി നിൽക്കുന്ന SFI DYFI നേതാക്കന്മാരുണ്ടല്ലോ, അവരാണ്. കയ്യിലിരിപ്പ് നന്നായി കഴിഞ്ഞാൽ മാത്രമേ പ്രസ്ഥാനം ഇനി രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. കാരണം ഈ പറയുന്ന CPMനോടുള്ള വെറുപ്പ് കൊണ്ടുകൂടി മാത്രമല്ല ജനം മൂലക്കിരുത്തിയത്. ഈ പറയുന്ന യുവനിരയുടെ കുറച്ചധികം വലിയ പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടിയാണ് അടിച്ചൊതുക്കി ജനം മൂലയിലേക്ക് ഇരുത്തിയത്. ഈ യുവനിരയെ ഉടച്ചു വാർത്തെടുക്കുകയാണ് CPM ചെയ്യേണ്ടത്. കാരണം ഈ പ്രസ്ഥാനം ഇവിടെ വേണം. ഇവിടുത്തെ താഴെത്തട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ അതെല്ലാം പറയുകയും ചെയ്യണം. പക്ഷേ ഈ കടന്നുകൂടിയിട്ടുള്ള ഒരു കൂട്ടം ക്രിമിനൽ സ്വഭാവമുള്ള നേതാക്കൾ, ഈ യുവനിരയുടെ നേതാക്കൾ, അവരാണ് ഇതിൻ്റെ ശാപം. അത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ശുദ്ധി കലശം CPMൽ ആവശ്യമാണ്, SFIയിലും DYFIയിലും ഒക്കെ ആവശ്യമാണ്. കോൺഗ്രസിൽ ഒരു പറ്റം യുവനിര ശക്തമാണ്. അവർക്ക് ജനപിന്തുണ വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം തന്നെ എടുക്കൂ. പെണ്ണ് കേസിൽ പെട്ടിട്ടും ജനപിന്തുണ അയാൾക്ക്. അതിൻ്റെ കാരണം എന്തായിരുന്നു? പിണറായി ഭരണകൂടം വേട്ടയാടിയെന്ന ഒറ്റ കാരണമാണ് രാഹുലിൻ്റെ മൈലേജ് കൂട്ടിയത്. രാഹുലിനെ വളർത്തിയതിൽ വലിയ പങ്ക് CPMനാണ്. ആ ക്രെഡിറ്റ് CPMന് മാത്രമുള്ളതാണ്. ഇപ്പോൾ സൈബർ കമ്മികൾ ജിൻഡോയെ സ്കെച്ചിട്ടു. ഇത് ജിൻഡോയ്ക്കും ഗുണം ചെയ്യും. മറ്റു യുവ നേതാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ജിൻഡോ ജോൺ എന്ന് തോന്നിയിട്ടുണ്ട്. സ്വന്തം പാർട്ടിയിലെ തെറ്റുകളും ജിൻഡോ ചൂണ്ടിക്കാണിക്കാറുണ്ട്. VD സതീശൻ ജാതി പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ജിൻഡോ അതിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു. ഒപ്പമുള്ളവരിൽ പലരും പറയാൻ മടിച്ച കാര്യം അദ്ദേഹം ആർജവത്തോടെ പറഞ്ഞു. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ VD സതീശൻ ജാതിപ്പേര് ചേർത്തില്ല. പക്ഷേ മുഖ്യമന്ത്രിയായപ്പോൾ ജാതിപ്പേര് ഉപയോഗിച്ചത് തെറ്റായി പോയി എന്നായിരുന്നു ജിൻഡോ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരൊറ്റ നിലപാട് മതി ക്വാളിറ്റിയുള്ള നല്ല ഒന്നാന്തരം കോൺഗ്രസ്സുകാരനാണ് ജിൻഡോ എന്ന് തെളിയിക്കാൻ. എന്നാലും ഇടയ്ക്ക് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പൊളിയാറുണ്ടെങ്കിലും പണിയറിയാവുന്ന ടീമാണ് ജിൻഡോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വാർത്ത വായിക്കുമ്പോൾ ഇനി ജിൻഡോയുടെ PR വർക്ക് ഏറ്റെടുത്തു എന്നൊന്നും പറയണ്ട. പക്ഷേ ജിൻഡോയുടെ ഇന്നത്തെ പോസ്റ്റ് അത് കൃത്യമായി CPMൻ്റെ കുറിക്കുകൊള്ളുന്നത് തന്നെയായിരുന്നു. കാരണം അതുകൊണ്ടാണ് CPMൻ്റെ വെട്ടുകിളിക്കൂട്ടം ഇളകി ഇറങ്ങി ജിൻഡോയെ പൊതിഞ്ഞത്. പിണറായി കൃത്യം നിയമസഭയിൽ അടിയേറ്റ് വീണു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്തായാലും CPMകാർക്ക് സഭയിലെ അടി വല്ലാത്ത ക്ഷീണമായിരിക്കുകയാണ്. കൊങ്ങികൾ പിണറായി വധം നടത്തി സോഷ്യൽ മീഡിയ കത്തിക്കുന്നു. ബജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷ ആരോപണങ്ങളെ എല്ലാം തള്ളുന്ന മറുപടിയായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിനെക്കുറിച്ചുള്ള പ്രതിപക്ഷ ആരോപണങ്ങളെ മുഖ്യമന്ത്രിയും ഭരണപക്ഷവും ഖണ്ഡിച്ചിരുന്നു. നികുതി നിശ്ചയിച്ചെങ്കിലും UDFന്റെ മദ്യനയത്തിൽ അനുവദിച്ചാൽ മാത്രമേ കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പിണറായി സർക്കാരിന്റെ കാലത്ത് മദ്യനയത്തിലെ നീക്കുപോക്കുകളും വെള്ളം ചേർക്കലുകളും നികുതി കുറയ്ക്കലും അടക്കം അക്കമിട്ട് നിയമസഭയിൽ തുറന്നു കാട്ടുകയായിരുന്നു VD സതീശൻ. ഒരു മുൻ മുഖ്യമന്ത്രിയുടെ കാലത്ത് ഫയലുകൾ ചുമന്നും അടിച്ചുമാറ്റിയും AKG സെന്ററിലേക്ക് കൊണ്ടുപോയതുപോലെ ഭരണപരമായ കാര്യങ്ങൾക്കുള്ള ഒരു ഫയലും തങ്ങൾ KPCC ഓഫീസിലേക്ക് കൊണ്ടുപോകില്ല എന്ന് സതീശൻ ഒരൊറ്റ ഡയലോഗ് അടിച്ചു. അടിയേറ്റ് പിണറായിയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ കേരളം നിർദ്ദേശിച്ചതാണ് ഏറ്റവും കുറഞ്ഞ നികുതി. വീര്യം കുറഞ്ഞ മദ്യം എന്ന കാറ്റഗറി നിശ്ചയിച്ചത് ഇടത് സർക്കാരാണ്. സർക്കാർ എന്നത് തുടർച്ചയാണ്. തങ്ങളുടെ മുന്നിൽ വന്ന വിഷയമെന്ന നിലയിലാണ് നിരക്ക് നിശ്ചയിച്ചത്. പാർട്ടിയുമായി ആലോചിച്ചല്ല, എക്സൈസ് മന്ത്രിയുമായി ചർച്ച ചെയ്തില്ല എന്നതാണ് മറ്റൊരാക്ഷേപം. ബജറ്റ് തയ്യാറാക്കുമ്പോൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുമെന്നല്ലാതെ ഒരു വകുപ്പുമായി നികുതി സംബന്ധിച്ച് സംസാരിക്കില്ല. അതാണ് കീഴ്വഴക്കം. ലിജു നിയമസഭയിൽ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്നാണ് വാർത്തകൾ വന്നത്. താൻ ലിജുവിനോട് ചോദിച്ചപ്പോൾ മറ്റു വിഷയങ്ങളിൽ 2-3 കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു എന്നാണ് ലിജു എന്നോട് പറഞ്ഞതെന്നും VD സതീശൻ പറഞ്ഞു. എന്തായാലും പ്രതിപക്ഷം ഉയർത്തിയ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യം VD സതീശൻ മറുപടി പറഞ്ഞിരുന്നു. ഇപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്. മദ്യനയം ചർച്ച സഭയിൽ അവസാനിച്ചില്ല. പുറത്തും ഇടത് വലത് ഈ വിഷയത്തിൽ കൊമ്പ് കോർത്തു. ഒടുവിൽ CPMനിപ്പോൾ 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്.
കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ ഇറക്കാൻ അനുമതി തേടി ബക്കാഡി കമ്പനി പിണറായി സർക്കാരിന് അയച്ച കത്തുകളുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ 2015 ബെബ്കോയ്ക്കാണ് കമ്പനി ആദ്യമായി കത്തയച്ചത്. പിന്നീട് 2017 മുതൽ 2023 വരെയുള്ള കാലയളവിൽ വിവിധ എക്സൈസ് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കുമായി 3 കത്തുകളാണ് ബക്കാഡി കമ്പനി കത്തയച്ചത്. 2017 ജൂണിൽ എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണനാണ് ആദ്യത്തെ കത്തയച്ചത്. ബെബ്കോയുടെ ടെൻഡർ നടപടികളിൽ ബക്കാഡിയുടെ വീര്യം കുറഞ്ഞ മദ്യ ബ്രാൻഡുകളെ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഇതിലെ പ്രധാന ആവശ്യം. ബക്കാഡി ബ്രീസർ സ്ത്രീകൾക്ക് പോലും ഉപയോഗിക്കാവുന്ന ബ്രാൻഡാണെന്നും ഇത് മദ്യാസക്തി കുറയ്ക്കാൻ സഹായിക്കുമെന്നും കമ്പനി കത്തിൽ അവകാശപ്പെട്ടു. കൂടാതെ മുൻ സർക്കാരിന്റെ മദ്യനയം ടൂറിസം മേഖലയ്ക്ക് ഏൽപ്പിച്ച ആഘാതം പരിഹരിക്കാനും മദ്യവർജന സംസ്കാരത്തിലേക്ക് സമൂഹത്തെ എത്തിക്കാനും ഈ പാനീയത്തിന് കഴിയുമെന്ന് കമ്പനി വാദിച്ചു. ഇത് പ്രകാരം നിയമ ഭേദഗതി നടത്താനുള്ള ഫയൽ നടപടികളിലേക്ക് സർക്കാർ എത്തുകയായിരുന്നു. 2021 സെപ്റ്റംബറിൽ MV ഗോവിന്ദനാണ് രണ്ടാമത്തെ കത്തയച്ചിരിക്കുന്നത്. ബെബ്കോ ടെൻഡറുകളിൽ ഉൾപ്പെടണമെങ്കിൽ നിയമപരമായ ഭേദഗതി ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ കമ്പനി ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന പേരിൽ പുതിയൊരു കാറ്റഗറി ഉൾപ്പെടുത്തി നിയമ ഭേദഗതി വരുത്തണമെന്ന് ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടു. ടൂറിസം മേഖലകളിലും കോർപ്പറേറ്റ് ഇവന്റുകളിലും ലിംഗവ്യത്യാസമില്ലാതെ ഏവർക്കും പ്രിയങ്കരമായ ഉൽപ്പന്നമാണ് ബക്കാഡി ബ്രീസറും ബക്കാഡി പ്ലസുമെന്നും കമ്പനി ഇതിൽ ചൂണ്ടിക്കാട്ടി. 2023 ഫെബ്രുവരിയിലാണ് അന്നത്തെ ടാക്സ് സെക്രട്ടറി രത്തൻ ഖേൽക്കറിന് മൂന്നാമത്തെ കത്തയച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തിനായി സർക്കാർ നിയമ ഭേദഗതി വരുത്തിയ സാഹചര്യത്തിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി നികുതി ഘടന നിശ്ചയിക്കണമെന്നും ബെബ്കോ വഴി വിൽക്കാനുള്ള അവസരം ഒരുക്കണമെന്നുമായിരുന്നു ഈ കത്തിലെ ആവശ്യം. റെഡി ടു ഡ്രിങ്ക് വിഭാഗത്തിലുള്ള മദ്യത്തിന് യുവാക്കൾക്കിടയിലും വലിയ പ്രചാരമുണ്ടെന്നും അവരാണ് തങ്ങളുടെ പ്രധാന മാർക്കറ്റെന്നും ബക്കാഡി ഈ കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചു. ബെബ്കോ ടെൻഡറിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയ ശ്രമം നിയമ ഭേദഗതിയിലേക്കും പിന്നീട് നികുതി നിർണയത്തിലേക്കും എത്തിയെന്നാണ് ഈ കത്തുകൾ വ്യക്തമാക്കുന്നത്. ബക്കാഡി കമ്പനിയുടെ താൽപര്യപ്രകാരമാണ് സംസ്ഥാനത്ത് ലോ ആൽക്കഹോൾ കാറ്റഗറി രൂപീകരിക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. വിവാദമായ പുതിയ മദ്യനയത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകാലങ്ങളിലെ ഈ ഇടപാടുകൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതായത് അടപടലം CPM പെട്ടു എന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.